കർണാടകയിലെ ഉഡുപ്പി ജില്ലയിൽ സൗപർണിക നദിയുടെ തീരത്ത് കുടജാദ്രി മലനിരകളുടെ പശ്ചാത്തലത്തിൽ സ്ഥിതിചെയ്യുന്ന അതിപ്രശസ്തമായ പുണ്യസംഗീതമാണ് കൊല്ലൂർ ശ്രീ മൂകാംബികാ ക്ഷേത്രം. ആദിപരാശക്തിയുടെ 3 ഭാവങ്ങളായ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നിവരുടെ സംഗമസ്ഥാനമായാണ് ഈ ക്ഷേത്രം കരുതപ്പെടുന്നത്. കേരളീയ ശൈലിയോട് ഏറെ സാമ്യമുള്ള ആചാരങ്ങളും നിർമ്മാണരീതിയുമാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രധാന സവിശേഷത. ആദി ശങ്കരാചാര്യർ പ്രതിഷ്ഠ നടത്തിയ വിഗ്രഹമെന്നാണ് വിശ്വാസം. തപസ് ചെയ്ത ശങ്കരാചാര്യർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ദേവിയെ അദ്ദേഹം തന്റെ ഇഷ്ടപ്രകാരം ഇവിടെ കുടിയിരുത്തിയെന്നാണ് ഐതിഹ്യം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഒരു ജ്യോതിർലിംഗമാണ്. ഈ ലിംഗത്തിന് നടുവിലൂടെ ഒരു സ്വർണ്ണരേഖ കടന്നുപോകുന്നുണ്ട്. ഇതിന്റെ ഒരു ഭാഗം ത്രിമൂർത്തികളെയും മറുഭാഗം ത്രിദേവിമാരെയും പ്രതിനിധീകരിക്കുന്നു. വിദ്യയുടെ ദേവിയായ സരസ്വതീ രൂപത്തിലാണ് ഭക്തർ ഇവിടെ ദേവിയെ പ്രധാനമായും ആരാധിക്കുന്നത്. അതിനാൽ തന്നെ വിദ്യാരംഭത്തിന് ഏറ്റവും ഉത്തമമായ സ്ഥലമായി കൊല്ലൂർ അറിയപ്പെടുന്നു. മലയാളികൾക്ക് ഈ ക്ഷേത്രവുമായുള്ള ബന്ധം വളരെ ആഴത്തിലുള്ളതാണ്. തുലാമാസത്തിലെ നവരാത്രി ആഘോഷമാണ് ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഉത്സവം. ഈ സമയത്ത് ആയിരക്കണക്കിന് കുട്ടികളാണ് ഇവിടെ വിദ്യാരംഭം കുറിക്കാനായി എത്തുന്നത്. ക്ഷേത്രത്തിന് പിന്നിലായി ഒഴുകുന്ന സൗപർണിക നദി ഏറെ പുണ്യമായി കരുതപ്പെടുന്നു. ഔഷധസസ്യങ്ങൾ നിറഞ്ഞ കുടജാദ്രി മലനിരകളിൽ നിന്നൊഴുകിവരുന്നതിനാൽ ഈ നദിയിലെ ജലത്തിന് രോഗശമനശേഷിയുണ്ടെന്നാണ് ഭക്തരുടെ വിശ്വാസം. സായുജ്യം തേടിയെത്തുന്ന ഭക്തർ സൗപർണികയിൽ സ്നാനം ചെയ്താണ് ദേവീദർശനത്തിനൊരുങ്ങുന്നത്. ക്ഷേത്രത്തിലെ കാഷായ തീർത്ഥവും ഏറെ പ്രശസ്തമാണ്. രാത്രിയിലെ അത്താഴപൂജയ്ക്ക് ശേഷം ഭക്തർക്ക് വിതരണം ചെയ്യുന്ന ഈ തീർത്ഥം ആദിശങ്കരാചാര്യർ നിർദ്ദേശിച്ച കൂട്ടുകൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. ഇഞ്ചി, ശർക്കര, കുരുമുളക് തുടങ്ങിയവ ചേർത്ത ഈ കഷായം ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണെന്ന് കരുതപ്പെടുന്നു. കുടജാദ്രി മലനിരകളിലേക്കുള്ള യാത്ര മൂകാംബികാ ദർശനത്തിന്റെ ഭാഗമായി പലരും കണക്കാക്കുന്നു. ശങ്കരാചാര്യർ തപസ് ചെയ്ത സർവജ്ഞ പീഠം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിഭംഗിയും ആത്മീയതയും ഒത്തുചേരുന്ന കുടജാദ്രി സന്ദർശനം മനസ്സിന് വലിയൊരു ശാന്തിയാണ് നൽകുന്നത്. വനപാതയിലൂടെയുള്ള ഈ യാത്ര സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും പ്രിയപ്പെട്ടതാണ്. കലാരംഗത്തുള്ളവരും സംഗീതജ്ഞരും തങ്ങളുടെ അരങ്ങേറ്റത്തിനോ അനുഗ്രഹത്തിനോ വേണ്ടി ഇവിടെ എത്താറുണ്ട്. പ്രശസ്ത ഗായകൻ കെ.ജെ. യേശുദാസിന്റെ ജന്മദിനത്തിൽ എല്ലാ വർഷവും ഇവിടെ ദർശനം നടത്താറുണ്ട്. സംഗീത ആരാധന വഴിപാടായി നൽകുന്നതിലൂടെ ദേവിയുടെ പ്രത്യേക കൃപ ലഭിക്കുമെന്ന് വിശ്വാസികൾ കരുതുന്നു. കർണാടകയിലാണെങ്കിലും മലയാളികളുടെ കാശി എന്നാണ് കൊല്ലൂർ അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരിലും ജീവനക്കാരിലും വലിയൊരു ഭാഗം മലയാളികളാണ്. ജാതിമതഭേദമന്യേ ഏവർക്കും പ്രവേശനമുള്ള ഈ ക്ഷേത്രം ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിപീഠങ്ങളിലൊന്നായി ഇന്നും ശോഭിക്കുന്നു.